ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NVHSC ബയോളജിയിലെ ഒരു PYQ ആണ്. നമുക്കറിയാം NVHSC എക്സാമിന് ഒരു 2 മാസം കൂടി മാത്രമേ വെയിറ്റ് ചെയ്യേണ്ടതുള്ളൂ നോട്ടിഫിക്കേഷൻ വരാനായിട്ട്. എക്സാമിനല്ല, നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കോർ സബ്ജക്ട് സേഫ് ആണ്, കാരണം HSSC എക്സാം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത സബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്മ്യൂണോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പക്ഷേ ചോദിക്കുന്ന രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്ക് നോക്കിയാലോ. എർത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ്, that is hemolytic disease of newborn, is a classic clinical manifestation of which specific class of hypersensitivity reaction? Option A, type 1 IgE mediated. Option B, type 2 antibody mediated cytotoxic. Option C, type 3 immune complex mediated. Option D, type 4 cell mediated delayed. ഇതിനകത്ത് ഏത് ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസിലാണ് എർത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ് വരുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം എർത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളൊരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനുമായി ബന്ധപ്പെട്ടായിരിക്കില്ല പഠിച്ചിട്ടുണ്ടാവുക, അല്ലേ? ജനറലായിട്ട് എന്തൊക്കെ കണ്ടീഷൻ കൊണ്ടാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു എർത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ് വരുന്നതെന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? അച്ഛൻ RH പോസിറ്റീവും അമ്മ RH നെഗറ്റീവും ആണെങ്കിൽ കുഞ്ഞിൽ നിന്നും എന്ത് ചെയ്യും? കുഞ്ഞിൽ നിന്നും RH പോസിറ്റീവായിട്ടുള്ള ബേബിയിൽ നിന്നും ആൻറ്റിബോഡി എവിടെ എത്തിച്ചേരും? അമ്മയുടെ ബോഡിയിൽ എത്തിച്ചേരും. അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു RH ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഇതുകൊണ്ടാണ് ഇനി ആ വരുന്ന അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന RH ആൻറ്റിബോഡി ഫസ്റ്റ് ചൈൽഡിനെ ഒരു അറ്റാക്ക് ചെയ്യില്ല. അതേസമയം സെക്കൻഡ് ചൈൽഡ് ആകുമ്പോഴേക്കും എന്ത് സംഭവിക്കും? സെക്കൻഡ് ചൈൽഡിലോട്ട് ഈ RH ആൻറ്റിബോഡി എന്ത് ചെയ്യും? പ്ലാസൻ്റ ക്രോസ് ചെയ്ത് എത്തിച്ചേരുകയും അവിടെ എന്ത് ഫോം ചെയ്യും? അവിടെ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ RBCകളെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഉണ്ടാകുന്ന അനീമിക് കണ്ടീഷനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് എർത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ് എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കണ്ടീഷനാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇല്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞതിനകത്ത് നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതൊരു ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആണ്, അല്ലേ? കാരണം ആൻറ്റിബോഡി ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലാസൻ്റ ക്രോസ് ചെയ്യുന്ന ആൻറ്റിബോഡി മൂലമാണ് എന്തുണ്ടാകുന്നത്? ഈ പറയുന്ന ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്, ടൈപ്പ് 2 ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി, ഏത് ആൻറ്റിബോഡിയാണെന്ന്. 2 ആൻറ്റിബോഡീസിനാണ് സാധാരണഗതിയിൽ ഒരു ന്യൂ ബോൺസിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുക. ഒന്ന് ന്യൂ ബോൺസിൽ ഇൻബോണായിട്ട് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഏതൊരു ഇൻബോൺസിലും ഫസ്റ്റ് ഫോം ചെയ്യുന്ന ഒരു ആൻറ്റിബോഡി, അത് ഏത് ആൻറ്റിബോഡിയാണ്? IgM ആണ്, അല്ലേ? ഏതൊരു കുട്ടിയിലും നാച്ചുറലായിട്ട് ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി എന്ന് പറയുന്നത് IgM ആണ്. ഇനി അടുത്ത ആൻറ്റിബോഡി എന്ന് പറയുന്നത് IgG ആണ്, അല്ലെ? IgGയുടെ പ്രത്യേകത എന്താ? പ്ലാസൻ്റ ക്രോസ് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു ആൻറ്റിബോഡി എന്ന് പറയുന്നത് ഏതാണ്? IgG ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി എന്ന് പറയുന്നത്, ഇതുകൂടി നിങ്ങൾ ഓർത്തിരുന്നോണം, ഏത് ആൻറ്റിബോഡിയാണ്? ഇല്ലെങ്കിൽ അമ്മയുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി എന്ന് പറയുന്നത് ഏത് ആൻറ്റിബോഡിയാണ്? ആൻറ്റി-RH ആണ്, കേട്ടോ. ആൻറ്റി-RH IgG ആണ്. ഏത് ആൻറ്റിബോഡിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ആൻറ്റി-RH IgG ആണ്. എന്ത് ചെയ്യും? ഈ RH IgG എന്ന് പറയുന്നത് ഇതെന്ത് ചെയ്യും? ഇത് പ്ലാസൻ്റ ക്രോസ് ചെയ്ത് എവിടെ എത്തിച്ചേരും? ന്യൂ ബോൺസിൻ്റെ ബോഡിയിൽ എത്തിച്ചേരും. ആ ന്യൂ ബോൺസിൻ്റെ എന്തിന് കാരണമാകും? അതിൻ്റെ RBCയെ ബ്രേക്ക് ചെയ്യാനായിട്ട് കാരണമാകും. അങ്ങനെ ആ കുഞ്ഞിന് എന്ത് സംഭവിക്കും? എർത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എർത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ് എന്ന് പറയുന്നത് ഒരു ഇൻബോൺ കോമ്പാക്റ്റിബിലിറ്റി മാത്രമല്ല, അല്ലെങ്കിൽ RH കോമ്പാക്റ്റിബിലിറ്റി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ടാവുക. അതൊരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ആണെന്ന് പഠിക്കുന്നവർ, ചിലപ്പോൾ കോർ സബ്ജക്റ്റ് പഠിക്കുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഇതൊരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. എന്തുകൊണ്ടാണ് ഇതൊരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാറ്റഗറിയിലോട്ട് വരാൻ കാരണം? ഇതൊരു ആൻറ്റിബോഡി മീഡിയേറ്റ് ചെയ്യുന്ന ഒരു ഓവർ എക്സാജറേഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഏത് ആൻറ്റിബോഡിയാണ് ഇതിനെ മീഡിയേറ്റ് ചെയ്യുന്നത്? IgG ആണ് മീഡിയേറ്റ് ചെയ്യുന്നത്. വളരെ അപൂർവമായിട്ട് ഏത് ആൻറ്റിബോഡിയും മീഡിയേറ്റ് ചെയ്യാം, IgM മീഡിയേറ്റ് ചെയ്യാം. ഇനി അമ്മയുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന RH ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? ഇല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണമാകുന്ന RH ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? ആൻറ്റി-RH IgG ആണ്. ക്ലിയർ ആയല്ലോ? പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എർത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ് എന്ന് പറയുന്നത് ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസിനകത്ത് വരുന്നതാണ്. അതിന് കാരണമാകുന്ന ആൻറ്റിബോഡി എന്ന് പറയുന്നത് ആൻറ്റി-RH IgG ആണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് കാണുവാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട.